Hi teachers, welcome to this class. എല്ലാവർക്കും ഒരു warm welcome and a good evening to you all. Right, ഇത്തവണ സെറ്റ് നമുക്ക് സെറ്റ് ആക്കാം. സെറ്റ് എങ്ങനെ സെറ്റ് ആക്കാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളൊന്ന് നോക്കുന്നത്. ആൻഡ് ദാറ്റ്സ് വാട്ട് വി വിൽ ഡു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ഓരോരുത്തരും നിങ്ങളുടെ പേര്, നിങ്ങൾ എവിടെ നിന്നാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പൊതുവെ ഉള്ള ഡൗട്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ, അത് നിങ്ങൾ കമന്റ്സിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ ജോയിൻ ചെയ്യുന്നവർ ഓരോരുത്തരും അവരവരുടെ പേരും നിങ്ങൾ ഏത് സ്ഥലത്ത് നിന്നാണ് എന്നുള്ളതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ നമുക്ക് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഹെൽപ്ഫുൾ ഇൻ ദ സെൻസ് വിൽ ബി ഏബിൾ ടു നോ വേർ യു ആർ വാച്ചിങ് ദിസ് വീഡിയോ ഫ്രോം എന്നുള്ളത്. ഐ ഹോപ്പ് യു ക്യാൻ ഹിയർ മീ, യു ക്യാൻ സീ മീ ആൻഡ് യു ക്യാൻ ഓൾസോ സീ മൈ സ്ക്രീൻ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. ലെറ്റ്സ് മൂവ് ഓൺ ആൻഡ് സീ വാട്ട് എൽസ് വി ഹാവ് ഹിയർ. അപ്പോൾ ആദ്യം തന്നെ സെറ്റ് എന്നുള്ള ഒരു എക്സാം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിന്റെ സ്കീം എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം അല്ലെ. അപ്പോൾ സെറ്റിന് നമുക്ക് ബേസിക്കലി രണ്ട് പേപ്പേഴ്സ് ആണുള്ളത്. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. ഇത് ഈ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾക്ക് ഉണ്ടായിരുന്നാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് അത് വളരെയധികം ഹെൽപ്ഫുൾ ആവും നമുക്ക്. ഇപ്പൊ പേപ്പർ 1 എന്ന് പറയുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും കോമൺ ആയിട്ട് വരുന്ന ഒന്നാണ് പേപ്പർ 1 എന്ന് പറയുന്നത്. ആൻഡ് പേപ്പർ 1 തന്നെ രണ്ട് പാർട്സ് ഉണ്ട്. ജനറൽ നോളജും ഉണ്ട് ആൻഡ് പാർട്ട് ബി അതിന്റെ ആപ്റ്റിറ്റ്യൂഡ് ഇൻ ടീച്ചിങ് അല്ലെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പൊതുവെ നമ്മൾ പറയുന്നതാണ്. ഈ പേപ്പർ 1 രണ്ട് ഭാഗങ്ങളും ഇതാണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം എന്നുള്ളത് വെരി ഷോർട്ട്ലി ഐ വിൽ ടെൽ യു. ആൻഡ് പേപ്പർ 2 നിങ്ങളുടെ ആ ഒരു സബ്ജക്ട് ബേസ്ഡ് ആയിട്ട് തന്നെ വരുന്നത്. ഏതാണോ നിങ്ങളുടെ ആ ഒരു സ്പെസിഫിക് സബ്ജക്ട്, ആ സ്പെസിഫിക് സബ്ജക്ട് തന്നെയാണ് പേപ്പർ 2 വരുന്നത്. അപ്പൊ പലപ്പോഴും ഈ പേപ്പർ 2 നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയണ്ടേ അതിനകത്ത് എന്തെങ്കിലും പഠിക്കുകയോ റിസർച്ചോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സോ യു വിൽ ബി ഓൾറെഡി വെൽ equipped അല്ലെങ്കിൽ വളരെ ഫെമിലിയർ ആയി, യു വിൽ ബി വെരി ഫെമിലിയർ വിത്ത് വാട്ട് എവർ യുവർ സബ്ജക്ട് പേപ്പർ ഈസ്. അപ്പൊ പിന്നെ നമുക്ക് കുറെ അധികം കൂടെ ഫോക്കസ് കൊടുക്കേണ്ടത് നമുക്ക് പേപ്പർ 1 ആൻഡ് പേപ്പർ 1 വിൽ ആക്ച്വലി മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഒത്തിരി അധികം ഒരു ഡിഫറൻസ് പേപ്പർ 1 നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ആൻഡ് ഇതിന്റെ ഇമ്പോർട്ടന്റ് പോർഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്കിപ്പോ പേപ്പർ 1 പോർഷൻസ് എന്ന് പറയുമ്പോൾ വളരെയധികം വൈഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ്, ഒത്തിരി അധികം നമുക്ക് പഠിക്കാനുണ്ട് അതിന്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് കഴിഞ്ഞ 2 എക്സാംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ക്വസ്റ്റ്യൻസിനകത്തും ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻസിൽ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അതിനകത്ത് ഒരു പക്ഷേ ഒരൊറ്റ കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് മുമ്പോട്ട് പോകണം എന്ന് നിർബന്ധമില്ല. നമ്മൾ പല കോൺസെപ്റ്റ്സ് ഒരു പക്ഷേ 3, 4, 5 ഡിഫറെന്റ് ഏരിയാസ് അല്ലെങ്കിൽ ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് നമുക്ക് മനസ്സിലായിരിക്കുമ്പോഴാണ് ആ ഒരു പേപ്പർ 1 സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്ത് പോകാനായിട്ട് കഴിയുക അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ലെറ്റ് മീ നോ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേരും എവിടെ നിന്നാണ് നിങ്ങൾ എന്നുള്ളത് ഒന്ന് കമന്റ്സിൽ പോസ്റ്റ് ചെയ്യുക. ദാറ്റ് വുഡ് റിയലി ബി വെരി ഹെൽപ്ഫുൾ ഫോർ us എന്നുള്ളതാണ് ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്. റൈറ്റ്, ലെറ്റ്സ് മൂവ് ഓൺ. ഈ ടെസ്റ്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 120 മിനിറ്റ്സ് ആണ് ഫോർ ഈച്ച് പേപ്പർ നമുക്ക് അവിടെ ലഭിക്കും. 120 മിനിറ്റ്സ് അവിടെ വരുന്നത്. അപ്പൊ പേപ്പർ 1 നോക്കിയാല് നമുക്ക് 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും പേപ്പർ 1. ആൻഡ് അതിനകത്ത് പാർട്ട് എയിൽ നിന്ന് 60 ക്വസ്റ്റ്യൻസ് വരും, പാർട്ട് ബിയിൽ നിന്ന് 60 ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. ആൻഡ് ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചാണ് നമുക്ക് ലഭിക്കുക. ആൻഡ് പാർട്ട് 2 നമ്മൾ നോക്കിയാൽ അവിടെയും 120 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആൻഡ് 1 മാർക്ക് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ആ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിൽ. ഇവിടെ ഒരു എക്സെപ്ഷൻ ഉള്ളത്, ഇറ്റ്സ് ഫോർ മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പൊ മാത്സിനും സ്റ്റാറ്റിസ്റ്റിക്സിനും നമുക്ക് 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാകില്ല, പകരം 80 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ്
ഓരോ ക്വസ്റ്റ്യനും 1.5 മാർക്കായിരിക്കും അവിടെ മാത്സിനും സ്റ്റാറ്റിസ്റ്റിക്സിനും ലഭിക്കുക എന്നുള്ളത്. ആൻഡ് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻകറക്റ്റ് ആൻസേഴ്സിന് ഇവിടെ ഡിഡക്ഷൻ ഇല്ല. അപ്പം വേണ്ടി വന്നാൽ നമുക്ക് അറിയാൻ വയ്യാത്തത് അവസാനം ഒന്നും കൂടെ ആലോചിച്ച് അതിനെ എന്താ പറയണ്ടത്, ഒരു എലിമിനേഷൻ മെത്തേഡൊക്കെ യൂസ് ചെയ്ത് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്താനുള്ള ഒരു ശ്രമമൊക്കെ നമുക്ക് നടത്താൻ കഴിയുന്നതാണ് ഇതിലൂടെ നമ്മൾ നോക്കിയാൽ. ഇനി ഇതിന്റെ ആ ഒരു മാർക്കിലേക്ക് നമ്മൾ എത്തുക. അപ്പൊ ഒരു മിനിമം മാർക്ക് ഉണ്ട് ഇതിന് നമുക്ക് ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു മാർക്കിലേക്ക് വന്നെത്തുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അത് എങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ജനറലിന്റെ കാര്യം, നമ്മൾ കാറ്റഗറി ജനറലിന്റെ കാര്യം നമ്മൾ നോക്കിയാൽ പേപ്പർ 1-ന് 40 കിട്ടണം മിനിമം ക്വാളിഫൈ ചെയ്യുന്നതിന്, പേപ്പർ 2-ന് 40 കിട്ടണം മിനിമം ക്വാളിഫൈ ചെയ്യുന്നതിന്. അതായത് ഈ ഓരോ പേപ്പറിനും മിനിമം ക്വാളിഫിക്കേഷൻ 40 വീതം ഇരിക്കെ ഓവറോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് 48 കിട്ടണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് 40-ഉം ഇവിടെ നമുക്ക് 40-ഉം മാത്രം കിട്ടിയാൽ നമ്മൾ ഇതിനകത്ത് ക്വാളിഫൈ ചെയ്യില്ല. കാരണം 48 വേണം രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക്. ആ ഒരു കോമ്പിനേഷന്റെ കാൽക്കുലേഷൻ ആണ് ഇവിടെ ഈ കാണിച്ചേക്കുന്നത്. നമ്മുടെ പേപ്പർ 1-ന്റെയും പേപ്പർ 2-നും നമ്മൾ സ്കോർ ചെയ്ത മാർക്ക് ഡിവൈഡഡ് ബൈ മാക്സിമം മാർക്സ് ഫോർ പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1-ന്റെയും 2-ന്റെയും മാക്സിമം മാർക്സ് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്ത് and then it is multiplied by 100. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മിനിമം ഇവിടെ 48 കിട്ടണം. ആ 48 കിട്ടുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് ശരിക്കും ക്വാളിഫൈഡ് ആകുന്നത്. റൈറ്റ്. ഇനി ആ ജനറൽ പേപ്പറിന്റെ ഡിസ്കഷൻ തന്നെ നമുക്ക് ഇവിടെ കൂടുതൽ നടത്താം. കാരണം സബ്ജക്ട് പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് സബ്ജക്ട് പേപ്പറിനകത്ത് നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു പ്രൊഫിഷ്യൻസി അവിടെ ഉണ്ട്. ഇനി ജനറൽ പേപ്പർ ഇസ് വാട്ട് കൻ മേക്ക് ഓൾ ദ ഡിഫറൻസ് ഫോർ യു. എല്ലാ ഡിഫറൻസ് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എക്സാമിൽ വരുത്തി തരാൻ സാധിക്കുന്നത് ജനറൽ പേപ്പറിനാണ്. ആൻഡ് ജനറൽ പേപ്പർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 യൂണിറ്റ്സ് മൊത്തം അതിനകത്തുണ്ട്. 6 യൂണിറ്റ്സ്, ഓരോ യൂണിറ്റിനും ഡിഫറെന്റ് മോഡ്യൂൾസ് ഉണ്ട്. ആൻഡ് ഈ ഓരോ മോഡ്യൂൾസും സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്ത് പോവുകയാണ് ഓരോ സബ്ജക്ട് മാറ്ററിലും. അപ്പൊ നമുക്ക് ആ ടോപ്പിക്സ് ഏതാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമുക്കൊന്ന് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കിയെടുക്കാം എന്തൊക്കെയാണ് ശരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്നുള്ളത്. യൂണിറ്റ് 1 നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറൽ നോളജും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ആണ് യൂണിറ്റ് 1. യൂണിറ്റ് 2 എന്ന് പറയുന്നത് ലാംഗ്വേജ് ആൻഡ് റീസണിംഗ് എബിലിറ്റി. യൂണിറ്റ് 3 കറന്റ് അഫയേഴ്സ്. യൂണിറ്റ് 4 എഡ്യൂക്കേഷന്റെ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് ശരിക്കും അവിടെ പറയുന്നത്. കുറെ അധികം ഫിലോസഫി ഒക്കെ അതിനകത്ത് നമുക്ക് പഠിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. യൂണിറ്റ് 5 എന്ന് പറയുന്നത് ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇവാലുവേഷനെ ബേസ് ചെയ്ത് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇവാലുവേഷൻ ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നല്ല. ആൻഡ് യൂണിറ്റ് 6-ൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജി, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ, ഇത്രയും കാര്യങ്ങൾ അവിടെ വരും. അപ്പൊ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പലിന്റെ റോൾ എന്തൊക്കെയാണ്, മാനേജ്മെന്റിന്റെ റോൾ എന്താണ്, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇതിനെ ഒക്കെ ബേസ് ചെയ്തും നമുക്ക് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ നമുക്ക് ഈ ഓരോ യൂണിറ്റിലും ആ ഓരോ യൂണിറ്റിന്റെ ഇമ്പോർട്ടൻസും ആ യൂണിറ്റ്സ് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്തു പോകണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ യൂണിറ്റ് 1-ൽ നമ്മൾ ജനറൽ നോളജും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും എന്ന് പറയുന്നെങ്കിലും അതിനകത്ത് നമുക്ക് കാണാം മോഡ്യൂൾ 1 ജനറൽ സ്റ്റഡീസ് ആണ്, മോഡ്യൂൾ 2 സോഷ്യൽ സയൻസ് ആണ്, മോഡ്യൂൾ 3 ഹ്യൂമാനിറ്റീസ് ആണ്, ആൻഡ് മോഡ്യൂൾ 4 കേരള സ്റ്റഡീസ് ആണ്. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുക. സോ ഇതിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് സ്പെസിഫിക് ടോപ്പിക്സ് നമ്മൾ നോക്കിയാലോ, അതിലേക്ക് നമുക്ക് വരാം. ആൻഡ് യൂണിറ്റ് 2 എന്ന് പറയുന്നത് ലാംഗ്വേജ് ആൻഡ് റീസണിങ്. അപ്പൊ അതിനകത്ത് കോംപ്രിഹെൻഷൻ ആൻഡ് വൊക്കാബുലറി ആണ് ആദ്യം നമുക്ക് വരുന്ന ആ ഒരു ടോപ്പിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് പിന്നെ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ മോഡ്യൂൾ 2 ആൻഡ് മോഡ്യൂൾ 3 ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി. അപ്പൊ നമ്മുടെ ലോജിക്കൽ റീസണിങ്ങും അതിനകത്ത് കൊണ്ടുവരേണ്ട ആ ഒരു അനലിറ്റിക്കൽ എബിലിറ്റി ഇതിനകത്ത് വരുന്നത്. മോഡ്യൂൾ 4 ന്യൂമറിക്കൽ സ്കിൽസ്, പാറ്റേൺ റെക്കഗ്നിഷൻ ആൻഡ് ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഇത്രയാണ് നമുക്ക് യൂണിറ്റ് 2 അല്ലെങ്കിൽ ലാംഗ്വേജ് ആൻഡ് റീസണിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്നത്. ഇനി യൂണിറ്റ് 3 നമുക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കിയാൽ അതിനകത്ത് മൊത്തം 8 മോഡ്യൂൾസ് ആണ് യൂണിറ്റ് 3-ൽ നമുക്കുള്ളത്. അപ്പോൾ ടെക്നോളജി, ഇൻവെൻഷൻസ്, ഇന്നോവേഷൻസ് ആൻഡ് ഡിസ്കവറീസ്, പിന്നെ എൻവയറമെന്റൽ ഇഷ്യൂസ്, മൂവ്മെന്റ്സ്, ട്രീറ്റീസ് ആൻഡ് ലെജിസ്ലേഷൻസ്. മോഡ്യൂൾ 3 നോക്കിയേ UN ആൻഡ് ഗ്ലോബൽ അഫയേഴ്സ്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ തന്നെയാണ്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച്, സ്കോളർഷിപ്സ്, ന്യൂ ഇനിഷ്യേറ്റീവ്സ്. ഈ മോഡ്യൂൾ 4-ഉം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ തന്നെയാണ്.
പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സ് ആൻഡ് റീസെന്റ് ലെജിസ്ലേഷൻസ്, പിന്നെ നമുക്ക് ഇവന്റ്സ്, പേഴ്സൺസ് ആൻഡ് അവാർഡ്സ്, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, കൾച്ചർ. അപ്പോൾ കൾച്ചറിനകത്ത് ഫിലിംസ്, ലിറ്ററേച്ചർ, മ്യൂസിക് ആൻഡ് പെർഫോമിംഗ് ആർട്സ്. അപ്പൊ ഇത്രയും നോക്കിയാൽ തന്നെ നമുക്ക് ഒരു നല്ല ഒരു ഐഡിയ ഇവിടെ കിട്ടുന്ന എന്താണ്, ദാറ്റ് ഇറ്റ് ഈസ് റിയലി വാസ്റ്റ് എന്നുള്ളത്, അല്ലെ? ഒട്ടും ചെറുതല്ല, വളരെയധികം വാസ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എസ്പെഷ്യലി യൂണിറ്റ് 3 നമ്മൾ നോക്കിയാൽ കറണ്ട് അഫയേഴ്സ് ഏതൊക്കെ ഏരിയാസിൽ നിന്ന്, ഇപ്പം ടെക്നോളജി സ്പെസിഫിക്കലി റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയ ഓഫ് സബ്ജക്ട് പെഡഗോജി, അതനുസരിച്ച് വരുന്ന ആ ഒരു ടെക്നോളജി ഇന്നോവേഷൻസ്, ഇതിലൊക്കെ നമ്മൾ വളരെയധികം അപ്ഡേറ്റഡ് ആയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി മോഡ്യൂൾ 4 ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് വരുന്നത്. അപ്പൊ ഇതില് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഉണ്ട്, സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ്, സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ്, ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ. ഇങ്ങനെ 4 മോഡ്യൂൾസ് ആണ് വരുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ് ഈ മോഡ്യൂൾ 4 എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഈ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസില് ആദ്യം തന്നെ എഡ്യൂക്കേഷണൽ ഫിലോസഫിയാണ് വരുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ നോക്കിയാൽ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുന്നതായിട്ട് കാണാം. ഏത് എക്സാമിന് നമ്മൾ നോക്കിയിരുന്നാലും ശരി തന്നെ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇത് നിങ്ങളുടെ സെറ്റിന് മാത്രമല്ല, നിങ്ങൾ നെറ്റിന് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈ പോർഷൻസ് അതിനകത്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് വരും എന്നുള്ളത് ഇസ് അനദർ ട്രൂത്ത്. ഇവിടെ നോക്കിയാൽ സി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ. ഇപ്പൊ ഫിലോസഫി എഡ്യൂക്കേഷനും അല്ലെ, എഡ്യൂക്കേഷൻ ഫിലോസഫി എങ്ങനെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുവരുന്നു, ഇത് നിങ്ങളുടെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള പോർഷൻസ് തന്നെയാണ് ഇതിനകത്ത് വരുന്ന ഈ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു BEdന്റെ പോർഷൻസ് അത് തന്നെ ഒന്ന് തട്ടിക്കുറഞ്ഞെടുത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഫോക്കസ് ചെയ്തൊന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും എന്താ പറയേണ്ടത്, ഈ ഒരു ഏരിയ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇനി മേജർ ഫിലോസഫിക്കൽ ഡിവിഷൻസ് എന്താണ്, and their impact on aims, curriculum and methods of teaching. പ്രധാനപ്പെട്ട ഇപ്പൊ നമ്മുടെ എന്താ പറയേണ്ടത്, എഡ്യൂക്കേഷന്റെ എയിംസ് ആയിരുന്നാലും അതിന്റെ കരിക്കുലം ആയിരുന്നാലും ആ ഒരു മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഒക്കെ തന്നെ ആയിരുന്നാലും ശരി തന്നെ, അത് ഒരുപാടധികം ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു ഫിലോസഫിയിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു എയിംസും കരിക്കുലവും ഈ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിന്റെ ഒക്കെ ആ ഒരു റൂട്ട്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഈ ഫിലോസഫിക്കൽ കോൺസെപ്റ്റ്സിനുള്ള ആ ഒരു ഇമ്പാക്ട്, ആ ഒരു സ്വാധീനം, അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ ആ ഒരു ഫിലോസഫിയെ ഈ എയിംസും കരിക്കുലവും മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക. ഒരു ഇന്റർ ഡിസിപ്ലിനറി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രാധാന്യം ഇവിടെ വരിക. ഇനി കോൺസെപ്റ്റ് ഓഫ് ടീച്ചർ, ഫ്രീഡം ആൻഡ് ഡിസിപ്ലിൻ, ഇതിന്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇത് എഡ്യൂക്കേഷണൽ ഫിലോസഫി ബന്ധപ്പെടുത്തി. ഇനി എഗെയിൻ നമ്മൾ നോക്കിയാൽ മേജർ ഫിലോസഫിക്കൽ സിസ്റ്റംസിന്റെ ഈസ്റ്റ്, അത് ഈസ്റ്റ്, വെസ്റ്റ് ആൻഡ് എമിനന്റ് തിങ്കേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ എസ്പെഷ്യലി ഇൻ ഇന്ത്യ എന്നുള്ള ആ ഒരു രീതിയിൽ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈസ്റ്റ് എഗെയിൻ നമ്മൾ പറഞ്ഞാല് 6 സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി, ഇത് 6ഉം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. സി എഗെയിൻ ബുദ്ധിസം, ജൈനിസം, ഇസ്ലാമിക് തോട്ട്, ഇത് 3ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി നോക്കിയാല് ബുദ്ധിസം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, ഇതിൽ നിന്ന് 1ഓ 2ഓ ചോദ്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ വരാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ആ കോൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് എൻട്രിയിൽ ഇതിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾ പോസിബിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ അതിനകത്ത് വരാം, ആ രീതിയിൽ ഡിഫറെന്റ് രീതിയിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആൻഡ് മാത്രമല്ല നിങ്ങളുടെ ആ ഒരു റിവിഷൻ ക്ലാസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിവിഷൻ സമയത്ത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യനും അതിന്റെ ആ ഒരു കറക്റ്റ് ആൻസർ പറഞ്ഞു പോകുന്ന എന്ന ആ ഒരു നിലയിലല്ല നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓരോ ആൻസർ ഓപ്ഷനും ഇത്തവണത്തെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അതുകൊണ്ട് ഓരോ ആൻസർ ഓപ്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. വാട്ട് കുഡ് ബി എ ക്വസ്റ്റ്യൻ ദാറ്റ്സ് റിലേറ്റഡ്, ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്ന അല്ലെ കഴിഞ്ഞ വർഷം വന്ന ആ ഒരു ക്വസ്റ്റ്യന് ഒരു ഓപ്ഷൻ ആണ് അതിന്റെ ആൻസർ.
പിന്നെ 3 ഇൻകറക്റ്റ് ഓപ്ഷൻസ്. അപ്പൊ ഈ ഇൻകറക്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു ചോദ്യത്തിന്റെ കറക്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ആ ചോദ്യം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി ഡു ഡ്യൂറിങ് അവർ റിവിഷൻ ആൻഡ് എൻട്രി എന്നുള്ളത്. നിങ്ങളെ ആ ഒരു രീതിയിൽ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലെസൺസ് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ഇനി മേജർ ഫിലോസഫിക്കൽ സിസ്റ്റംസ് ഇൻ ദ വെസ്റ്റ്, ഇത് മൊത്തം നമ്മൾ അറിഞ്ഞിരിക്കണം. ഐഡിയലിസം ആയിരുന്നാലും നാച്ചുറലിസം ആയിരുന്നാലും പ്രാഗ്മാറ്റിസം ആയാലും ഹ്യൂമനിസം ആയാലും റിയലിസം ആയാലും ഡെമോക്രസി ആൻഡ് ക്രിട്ടിക്കൽ പെഡഗോജി, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ക്രിട്ടിക്കൽ പെഡഗോജി തന്നെയാണ്. ക്രിട്ടിക്കൽ പെഡഗോജിയെ ബേസ് ചെയ്ത് 3-4 ചോദ്യങ്ങൾ വേണമെങ്കിലും വരാം. ഈ ഒരു ചെറിയ പോർഷനിൽ നിന്ന് നമുക്ക് ചിലപ്പം 4 മാർക്കൊക്കെ ലഭിക്കാനുള്ള ആ ഒരു ചാൻസ് ഉണ്ട്. സോ വളരെ ഇമ്പോർട്ടന്റ്. ആൻഡ് അഗെയിൻ ഇത് പറയാൻ കഴിയുന്നത് നമ്മൾ പ്രീവിയസ് ഇയേഴ്സിൽ ആ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്കിത് പറയാൻ കഴിയുന്നത്. ഒരു പക്ഷേ അടുത്ത എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യനേ വരില്ല എന്നുള്ളത് കാണാം. പക്ഷെ ആ ഒരു ട്രെൻഡ് വെച്ച് എപ്പോഴും നമ്മൾ പ്രീവിയസ് ഹിസ്റ്ററി വെച്ചാണല്ലോ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ക്രിട്ടിക്കൽ പെഡഗോജി ക്രിട്ടിക്കൽ ആയിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ക്രിട്ടിക്കൽ പെഡഗോജിയെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളത്. ആൻഡ് ദെൻ തിങ്ക് അബൌട്ട് ദ എമിനന്റ് തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഗാന്ധിജി തന്നെയാണ്. അതേപോലെ റൂസോ, ജോൺ ഡൂയി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജോൺ ഡൂയിയുടെ ആ ഒരു തോട്ട്സും അദ്ദേഹത്തിന്റെ ഫിലോസഫിക്കൽ സ്കൂൾസും ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതിനകത്തുള്ള ഓരോ വ്യക്തിയും, ഗാന്ധിജി ആയിരുന്നാലും ടാഗോർ ആയിരുന്നാലും വിവേകാനന്ദ ആയിരുന്നാലും പ്ലാറ്റോ, റൂസോ, മോണ്ടസറി, ഫ്രോബൽ, പോളോ ഫ്രൈറി, ഇവരെല്ലാവരും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ആ പ്രീവിയസ് ഹിസ്റ്ററി വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് തിങ്ക് അബൌട്ട് ഗാന്ധി, തിങ്ക് അബൌട്ട് ഡൂയി ആൻഡ് തിങ്ക് അബൌട്ട് പ്ലേറ്റോ. ഇതിനെ 3നെയും ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. ഈ 3 വ്യക്തികളെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒരു പക്ഷേ അവരുടെ ഫിലോസഫിയുടെ പേരെന്താണെന്നായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫിലോസഫിയുടെ മെയിൻ ഐഡിയ തന്നിട്ട് ഇത് ആരുടെ ഫിലോസഫിയാണ് എന്നുള്ളത് നമ്മളോട് ചോദിക്കാനുള്ള ആ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഈ പല രീതിയിൽ മാറ്റിയും തിരിച്ചും മറിഞ്ഞും ഒക്കെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ മുന്നിലെത്താം. പിന്നെ നമുക്കറിയാം ഇതിനകത്തുള്ള മറ്റൊരു ടോപ്പിക് മോഡ്യൂൾ 1ന്റെ ഭാഗം, യൂണിറ്റ് 4 മോഡ്യൂൾ 1ന്റെ ഭാഗമായിട്ട് മറ്റൊരെണ്ണം വാല്യൂ എഡ്യൂക്കേഷൻ ആണ്. അപ്പോ വാല്യൂസിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, ആ ഒരു വാല്യൂ എഡ്യൂക്കേഷന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, റിലീജിയസ് എഡ്യൂക്കേഷൻ, മോറൽ എഡ്യൂക്കേഷൻ, വാല്യൂസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ, ആൻഡ് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് വാല്യൂ ക്രൈസിസ് എന്നുള്ളത്. അഗെയിൻ സി നമ്മുടെ എഡ്യൂക്കേഷന്റെ എയിംസുമായിട്ട് വളരെ അധികം നമ്മൾ NEP 2020 ഒക്കെ എടുത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് പരിശോധിച്ചാൽ ഈ ഒരു ഏരിയയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒന്നാണ് NEP 2020 നമ്മൾ നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം ഈ വാല്യൂ എഡ്യൂക്കേഷന്റെ ആ ഒരു ഏരിയയിൽ. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഇസ് ദ സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ്. ഇത് 2ാമത്തെ മോഡ്യൂൾ ആണ് സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. സോ ലെറ്റ് us see what these are. ആദ്യം തന്നെ നമുക്കുള്ളത് റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യോളജി. എഡ്യൂക്കേഷനും സോഷ്യോളജിയും തങ്ങളിലുള്ള ആ ഒരു ബന്ധം, ഹൗ ഇസ് സോഷ്യോളജി റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം. സോ അതുകൊണ്ട് നമ്മൾ നോക്കുന്ന ആദ്യം ആ ഒരു മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യോളജി. എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യോളജിയും കൂടെ ഒരുമിച്ച് ബന്ധപ്പെടുത്തി നമ്മൾ നോക്കിയാൽ എന്താണ് അതിന്റെ മീനിങ്, എന്താണ് അതിന്റെ സ്കോപ്പ് എന്നുള്ളത്, അത് ഏത് ലെവൽ വരെ പോകാം എന്നുള്ള കോൺസെപ്റ്റ്സ്. പിന്നെ സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ, ഇന്ററാക്റ്റീവ് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സൊസൈറ്റി, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ. ഇതിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ്. And then comes the societal functions of education. So various functions of education in society. Education സൊസൈറ്റിയെ മാറ്റി മറിക്കാമെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ് അല്ലെ. അപ്പോ എന്ത് ഫങ്ഷൻസ് ആണ് ശരിക്കും എഡ്യൂക്കേഷൻ സൊസൈറ്റിയിൽ നിറവേറ്റുക എന്നുള്ളത്. And then functions of society towards education, അത് തിരിച്ചു ഉള്ള ആ ഒരു കോൺസെപ്റ്റ്. And then functions of education with regards to culture. അതിനകത്ത് പ്രിസർവേഷൻ, ട്രാൻസ്ഫർമേഷൻ, ട്രാൻസ്മിഷൻ, ഈ കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കോൺസെപ്റ്റ്സ് തന്നെയാണ്. മൂവിങ് ഓൺ. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്ന കൂട്ടത്തില് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട മറ്റ് ടോപ്പിക്സ് നമ്മൾ പഠിക്കേണ്ട എന്നല്ല അതിന്റെ ഉദ്ദേശം. പക്ഷെ കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ടോപ്പിക്സ് based on the historical evidence that we have, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള ആ ഒരു എവിഡൻസിനെ ബേസ് ചെയ്ത് നമുക്ക് ഈ ഒരു രീതിയിലാണ് ഇതിനകത്ത് ഫോക്കസ് കൊടുക്കേണ്ടത്. ഇനി സോഷ്യൽ ചേഞ്ച് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇതിനകത്ത് നോക്കിയേ, ആ ഒരു സോഷ്യൽ ചേഞ്ചസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്?
ആ ഒരു എഡ്യൂക്കേഷന്റെ റോൾ എന്താണ് ഇൻ സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ മൊബിലിറ്റി, and we are also looking at factors hindering positive changes in society. Right. Okay. Now, വീഡിയോ തുടക്കം മുതൽ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നത്, നിങ്ങൾ വാച്ച് ചെയ്യുന്നവർ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷൻ ഇപ്പൊ കാണുന്നവർ, നിങ്ങളുടെ പേരും നിങ്ങൾ ഏത് സ്ഥലത്ത് നിന്നാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ്സിൽ മെൻഷൻ ചെയ്യുക. കമന്റ്സിൽ അത് മെൻഷൻ ചെയ്താൽ ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ. നമുക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ട് കഴിയും. ആൻഡ് നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഈ ഒരു എക്സാമിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഇതിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചോ, അല്ലെങ്കിൽ എൻട്രിക്ക് എങ്ങനെ നിങ്ങളെ ഇതിന് സഹായിക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചോ ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കമന്റ്സിൽ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുക. ആൻഡ് ഐ വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് യു with the answers for those questions. അടുത്തത് നമ്മൾ നോക്കുന്നത് അത് മേജർ ചേഞ്ചസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. അപ്പൊ ഇന്ത്യൻ സൊസൈറ്റിയിലെ മേജർ ചേഞ്ചസ്, അതിനകത്ത് കറപ്ഷൻ വരുന്നുണ്ട്, ടെററിസം വരുന്നുണ്ട്, ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് വരുന്നത്, വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ, ഡ്രഗ് അബ്യൂസ്, ആൽക്കഹോളിസം, ആൻഡ് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ടു കർബ് സോഷ്യൽ ഈവിൽസ്. എഡ്യൂക്കേഷന് എങ്ങനെ ഇതിനെ കർബ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നു. പിന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദാറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യലൈസേഷനും നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ടീച്ചർ ആസ് എ ചേഞ്ച് ഏജന്റ് ആൻഡ് നേഷൻ ബിൽഡർ എന്നുള്ളത് അത് നമ്മൾ വ്യക്തമായിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് ഇതിനകത്ത്. ഓക്കെ, ആ ഒരു സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോ എഡ്യൂക്കേഷൻ സൈക്കോളജി, സ്കൂൾ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, ആൻഡ് പിന്നെ ആ ഗൈഡിങ്ങും കൗൺസിലിങ്ങിനും ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷനും ഒക്കെ ഈ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻസ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് മറ്റൊരു സംഗതിയാണ് ഇവിടെ. ആൻഡ് പിന്നെ പേഴ്സണാലിറ്റി, സൈക്കോളജിക്കൽ ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് പേഴ്സണാലിറ്റി, അതിന്റെ ഡിഫറെന്റ് അപ്രോച്ചസിനെ കുറിച്ച്, ആൻഡ് ദെൻ മോട്ടിവേഷൻ ആസ് എ ഫാക്ടർ ആൻഡ് ഇന്റലിജൻസ് ഓൾസോ ആസ് എ ഫാക്ടർ നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കോൺസെപ്റ്റ് തന്നെയാണ് എന്നുള്ളത്. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് അഡോളസെന്റ് ക്യാരക്ടറിസ്റ്റിക്സും ഇവിടെയുണ്ട്. ഇതിൽ നിന്നും തീർച്ചയായിട്ടും നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. മുൻ വർഷങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഇടവിട്ടുള്ള സമയങ്ങളിലെങ്കിലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മേ ബി ദിസ് ഇസ് ഓൾസോ എ ടൈം വെ യു മൈറ്റ് ഗെറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ്. പിന്നെ നമ്മുടെ 4ാമത്തെ മോഡ്യൂൾ നോക്കിയാൽ ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇതിനകത്ത് ലാസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ കേരള ആൻഡ് ഇൻ ഇന്ത്യ, ഈ രണ്ട് ഹിസ്റ്ററിയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം. ആൻഡ് ദെൻ റിപ്പോർട്ട്സ് ആൻഡ് പോളിസീസ് ഓൺ എഡ്യൂക്കേഷൻ ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരിയഡ്, ആ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരിയഡിൽ വരുന്ന ആ സിറ്റുവേഷൻ, അതും റിപ്പോർട്ട്സ് ആൻഡ് പോളിസീസ് ഓൺ എഡ്യൂക്കേഷൻ ആണ്. ഇത് സെപ്പറേറ്റ് ഒരു ടോപ്പിക് ആയിട്ട് തന്നെയുണ്ട്. ഒരു ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് അതേപോലെ ഇമ്പോർട്ടന്റ് തന്നെയാണ് നമ്മൾ ഇത് ഒന്ന് നോക്കുക, പ്രോഗ്രാംസ് ഫോർ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഈ ഡിഫറെന്റ് പ്രോഗ്രാംസ് ഈ എന്താ പറയേണ്ടത് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്, ഈ പ്രോഗ്രാംസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് യൂണിറ്റ് 5 ആണ്. യൂണിറ്റ് 5 ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ. ഇതിൽ നമുക്ക് ഒന്നും ഒഴിവാക്കാനായിട്ട് ഇല്ല എന്നുള്ളതാണ്. എസ്പെഷ്യലി ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ നോക്കിയാൽ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് മെത്തേഡ്സ്, ലേണിംഗ്, ഇവാലുവേഷൻ വരുന്നത്. ടീച്ചിങ് മെത്തേഡ്സിനെ ബേസ് ചെയ്ത് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ അധികം ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ആപ്റ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്ത് നമുക്ക് വരും. അപ്പൊ അതിന്റെ സബ് ടോപ്പിക്സ് നമ്മൾ നോക്കിയാൽ ആദ്യം തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എടുത്താൽ ടീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ, സ്കിൽ ബേസ്ഡ് തിയറിറ്റിക്കൽ നോളജ്, ടീച്ചറുടെ കമ്പീറ്റൻസി, ടീച്ചറുടെ അക്കൗണ്ടബിലിറ്റി, ഇത്രയും ആ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ലുക്ക് അറ്റ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഒരു ടീച്ചർ പലപ്പോഴും ഒരു അഡ്മിനിസ്ട്രേറ്റർ ആകേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നുണ്ട്. സോ അഡ്മിനിസ്ട്രേഷന്റെ ഡിഫറെന്റ് മോഡൽസ് എന്താണ്, ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ എന്താണ് ടീച്ചേഴ്സിന്റെ റോൾ എന്നുള്ളത്, ആൻഡ് ടീച്ചേഴ്സിന്റെ സ്റ്റുഡൻസിനോടുള്ള ഓബ്ലിഗേഷൻസ് എന്താണ്, പേരൻസിനോടുള്ള ഓബ്ലിഗേഷൻസ് എന്താണ്, ആൻഡ് വാട്ട് അബൌട്ട് ദി ഓബ്ലിഗേഷൻസ് ടു ദ സൊസൈറ്റി എന്ന നിലയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. സോ ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ ആണ് എന്നുള്ളത്. Hi Sheena, good evening. How are you?
ഇനി ആ ഒരു റിഫ്ലെക്റ്റീവ് പ്രാക്ടീസസ്, ഈ പ്രൊഫഷണൽ ഡെവലപ്മെന്റിനെ ബേസ് ചെയ്ത് കഴിഞ്ഞ എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ഇതിനെ ബേസ് ചെയ്ത് ഒരു പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ്. സോ ഇതും ഒരു ഏരിയ നമ്മൾ വളരെയധികം കവർ ചെയ്തിരിക്കേണ്ട ഒരു ഏരിയ ആണ്. പിന്നെ ടീച്ചറിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ഈ ഏരിയാസ് ഒക്കെ അല്ലെങ്കിൽ ഈ പോർഷൻസ് ഒക്കെ നിങ്ങൾ ബി എഡിന് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുള്ള സംഗതികളാണ്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ആ ഒരു ബി എഡിന്റെ പോർഷൻസ് നമ്മൾ തട്ടിയെടുത്ത് എന്താ പറയേണ്ടത്, നമ്മൾ പഠിക്കണം എന്നുള്ളത്. പക്ഷെ ബി എഡിന് നിങ്ങൾ പഠിച്ച കംപ്ലീറ്റ് ടോപ്പിക്സും ഇതിനകത്ത് ഒരു പക്ഷേ നമുക്ക് ആവശ്യമായിട്ട് വരില്ല. അതുകൊണ്ട് തന്നെയാണ് സെറ്റിന്റെ സിലബസ് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി ടീച്ചിങ് മെത്തേഡ്സ്, ടീച്ചിങ് മെത്തേഡ്സ് എസ്പെഷ്യലി ഈ ഒരു മൈക്രോ ടീച്ചിങ്, ക്വാളിറ്റി ടീച്ചിങ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ്. NEP 2020 ഒരു ഫോക്കസ് ഏരിയ ആണ് ശരിക്കും ഈ ഒരു ക്വാളിറ്റി ടീച്ചിങ് എന്ന് പറയുന്നത്. സോ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. പിന്നെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സബ്ജക്റ്റിന് അനുസരിച്ച് മാറുന്ന ആ ഒരു മെത്തേഡ്സ്, അല്ലെങ്കിൽ എന്ത് ഒരു കോൺസെപ്റ്റ് പഠിപ്പിക്കുന്നതിന് എന്ത് മെത്തേഡാണ് നമുക്ക് ശരിക്കും വേണ്ടത് എന്നൊക്കെ അറിയുന്നതിന് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. ഇതിനെ ബേസ് ചെയ്തും ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമുക്ക് കാണും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഈ സിലബസിലുള്ളത് ടെക്നിക്സ് ആൻഡ് അപ്രോച്ചസ് ടു ടീച്ചിങ്. അപ്പൊ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ, അതിന്റെ ഉപയോഗം എപ്പോ വരുന്നത്, ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻ, പിയർ ടീച്ചിങ്, mentoring, facilitated instruction, distance and online teaching. ഈ ഓൺലൈൻ ടീച്ചിങ്ങിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ദാറ്റ് ഇസ് ദ ന്യൂ നോം, ദ ന്യൂ ട്രെൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ. പിന്നെ ഇൻസ്ട്രക്ഷണൽ മോഡൽസ് എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതിനെക്കുറിച്ച് നമ്മൾ നല്ല ഒരു അറിവ് തന്നെ നമ്മൾ നേടിയിരിക്കണം ഈ ഒരു എക്സാമിന് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് റിസോഴ്സസ് ഇവിടെ വരുന്നുണ്ട്. ഈ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ്, അതിനെ ബേസ് ചെയ്ത ഒരു എക്സാം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് വരാനുള്ള ആ ഒരു സാധ്യതയുണ്ട്. ഇനി ഇതിനകത്ത് തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് ലേണിംഗ് തന്നെയാണ്. അപ്പോൾ ലേണിംഗ് തിയറീസ്, ഈ ലേണിംഗ് തിയറീസ് എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ എക്സാമിനെ സെറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഈ ലേണിംഗ് തിയറീസ് എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. ബിഹേവിയറിസ്റ്റ് തിയറി എന്താണ്, കൊഗ്നിറ്റീവ് ലേണിംഗ്, കൺസ്ട്രക്റ്റിവിസ്റ്റ് വ്യൂ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് ക്ലാസ് റൂം ലേണിംഗ്, ഇവരുടെയൊക്കെ വൈഗോട്സ്കി, പിയാജറ്റ്, ഗാഗ്നെ, ബ്രൂണർ, ഓസ്ബെൽ, ബ്ലൂം, ഇവരുടെയൊക്കെ ആ ഒരു അപ്രോച്ചസ് ടുവേർഡ്സ് ലേണിംഗ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഡിഫറെന്റ് തിയറീസും ഡിഫറെന്റ് തോട്ട്സും എന്താണ് എന്നുള്ളത്. ഒരു പക്ഷേ നമുക്ക് ആ ഒരു തോട്ടോ തിയറിയോ അവിടെ വരാം, ഇത് ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വന്നേക്കുന്നതാണ് എന്നുള്ളതായിരിക്കും അതിനെ ബേസ് ചെയ്ത് വരുന്ന ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ലേണിംഗ് തിയറീസ്, ഈ ലേണിംഗ് തിയറീസിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ്, മാസ്റ്ററി ലേണിംഗ്, റീഇൻഫോഴ്സ്മെന്റ്, സിറ്റുവേറ്റഡ് ലേണിംഗ്, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ടോപ്പിക് ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കിയെടുക്കുക. ഓക്കെ. ആൻഡ് പിന്നെ ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഇവിടെയുണ്ട്. അപ്പൊ ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെറിഡിറ്റി, പേഴ്സണാലിറ്റി, ഇന്റലിജൻസ്, ഇങ്ങനെ തുടങ്ങി ഒത്തിരി അധികം ടോപ്പിക്സ് ഇവിടെ വരും പ്രതീക്ഷിക്കാം. പലപ്പോഴും ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുന്നതാണ് സെറ്റ് എക്സാം. ആൻഡ് ദെൻ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ലേണേഴ്സ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഒരു ചോദ്യമെങ്കിലും ഇതിൽ നിന്ന് ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ കോൺസെപ്റ്റ്സ് എല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു മെന്റൽ റിട്ടാർഡേഷൻ, അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റീസ്, ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, ബിഹേവിയറൽ പ്രോബ്ലംസ്, ഈ ലേണിംഗ് ഡിഫിക്കൽട്ടീസിനെ ബേസ് ചെയ്ത് ഒരു റിയൽ ലൈഫ് സിനാരിയോ ഒക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള സിറ്റുവേഷൻസ് വളരെയധികം കൂടുതലാണ് ഈ സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഇവാലുവേഷനെ കുറിച്ച് പഠിക്കാതെ നമ്മൾ സെറ്റ് അതിൽ ഒഴിവാക്കി കളയരുത്. സെറ്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ഗ്രേഡിംഗ് ആയിരുന്നാലും ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഒക്കെ നമ്മൾ നോക്കിയാൽ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനെ കുറിച്ച് എപ്പോഴും ചോദ്യങ്ങൾ വരാൻ ഉള്ള ആ ഒരു സിറ്റുവേഷൻ അവിടെയുണ്ട്, എപ്പോഴും വന്നിട്ടുണ്ട് ചോദ്യങ്ങൾ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കണം ഈ ഒരു പോർഷൻ.
പിന്നെ ഫീഡ്ബാക്ക് ആൻഡ് റെമഡിയൽ ടീച്ചിങ്. അപ്പൊ ഫീഡ്ബാക്കും റെമഡിയേഷനും ഇതും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റെമഡിയൽ ടീച്ചിങ്ങിനും ആ ഒരു ഫീഡ്ബാക്കിനും ഒക്കെ ഒത്തിരി അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഇത് കവർ ചെയ്യണം. ഇനി നമുക്ക് ഒരു സംഗതിയും ഒഴിച്ചുവിടാനായിട്ട് ഇതിനകത്ത് കഴിയില്ല. എഗെയിൻ ജസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് പ്രീവിയസ് ഇയേഴ്സിൽ ആ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ട്രെൻഡ് വെച്ചുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ പറയുന്നത്. അതിന്റെ അർത്ഥം മറ്റ് ടോപ്പിക്സ് നമുക്ക് ഇഗ്നോർ ചെയ്യാം എന്നല്ല. ഓക്കെ, ഇനി യൂണിറ്റ് 6 നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ കോൺസെപ്റ്റ്സ് വരുന്നത്. പിന്നെ കമ്പ്യൂട്ടർ ആൻഡ് ICT ഇതിനകത്ത് വരുന്നത്, റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ വരുന്നത്, ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ സ്പെസിഫിക് ആയിട്ട് ഒരു ടോപ്പിക് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കാണാം. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കമ്മ്യൂണിക്കേഷന്റെ മീനിങ് എന്താണ്, അതിന്റെ കോൺസെപ്റ്റും സ്കോപ്പും എന്താണ്, കമ്മ്യൂണിക്കേഷൻ ഒരു മേജർ ലൈഫ് സ്കിൽ എന്നുള്ള ആ ഒരു നിലയിൽ എഫക്റ്റീവ് ഇന്ററാക്ഷൻ ഇൻ ക്ലാസ് റൂംസ്. ശരിക്കും കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒന്നാണ് എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെയും ഇതിനകത്തും നമുക്ക് ഈ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണ്, ഈ പ്രിൻസിപ്പിൾസ് എന്നുള്ളത്, കമ്മ്യൂണിക്കേഷന്റെ സൈക്കിൾ എന്താണ്, കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ് എന്താണ്, ആൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങാനായിട്ട് സാധിക്കുന്നത്, അതാണ് ഡിഫറെന്റ് സോഴ്സസ് എന്ന് പറയുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കോൺസെപ്റ്റ്സ് ആർ റിയലി വെരി സിമ്പിൾ. ഇത് ഒരു തവണ നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് എന്താ പറയേണ്ടത്, പിന്നെ നമ്മുടെ ആ ഒരു ലോജിക് അപ്ലൈ ചെയ്ത് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷന്റെ മോഡ്യൂളിന്റെ ആൻസേഴ്സിലേക്ക് നമുക്ക് എത്താം. പക്ഷേ പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത്. ആൻഡ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷന് തടസ്സമായിട്ട് വരുന്ന സംഗതികൾ എന്നുള്ളതാണ്. ക്ലാസ് റൂമിലെ ആപ്ലിക്കേഷൻ എന്താണ്, കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് കമ്പ്യൂട്ടർ ആൻഡ് ICT ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ഉള്ളത് തന്നെയാണ്. പക്ഷേ അതൊരു പക്ഷേ ആ ഒരു കമ്പ്യൂട്ടറിന്റെ ബേസിക് നോളജിൽ നിന്നാകാം, അല്ലെങ്കിൽ ഒരു പക്ഷേ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ഇന്റർനെറ്റിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആകാം. ഇനി അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫീസ് ടൂളിനെ ബേസ് ചെയ്താകാം. ഇനി ICT എനേബിൾഡ് ലേണിംഗ്, അതായത് നമ്മുടെ ഈ ലേണിംഗ് പോർട്ടൽസ്, ഗവൺമെന്റ് അവൈലബിൾ ആക്കിയിട്ടുള്ള പോർട്ടൽസ് നമുക്ക് ഇവിടെ കാണാം. മൂക്സ് ഒക്കെ മാസീവ് കോഴ്സസ് ആണ് ശരിക്കും മൂക്സ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് ദെൻ അതിന്റെ ആ ഒരു ജനറൽ ആപ്ലിക്കേഷൻസിനെ കുറിച്ചും നമ്മൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പിന്നെ റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഈ ഒരു റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു എഡ്യൂക്കേഷണൽ റിസർച്ച് തന്നെയാണ് ശരിക്കും നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതികൾ. എഡ്യൂക്കേഷനെ ബന്ധപ്പെട്ട് ആക്ഷൻ റിസർച്ചിൽ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം മറ്റ് ടൈപ്സ് ഓഫ് റിസർച്ചിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ആക്ഷൻ റിസർച്ചിനെ കുറിച്ച് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും വരാനുള്ള ആ ഒരു സാധ്യത അവിടെയുണ്ട്. സോ ആക്ഷൻ റിസർച്ച് സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു റിസർച്ച് തന്നെയാണ്. അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, ആ ഒരു സ്കൂൾ ലെവലില് ആക്ഷൻ റിസർച്ച് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം. കഴിഞ്ഞ തവണ വന്ന ഒരു ക്വസ്റ്റ്യൻ അതായിരുന്നു. ശരിക്കും സ്കൂളിൽ ഇമീഡിയറ്റ് ആയിട്ട് ഒരു റിക്വയർമെന്റ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ട് വന്ന് ഒരു പ്രോബ്ലം അവിടെ സോൾവ് ചെയ്യുന്നതിന് എന്ത് റിസർച്ച് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യും? അതിന്റെ ആൻസർ വാസ് റിയലി വെരി സിമ്പിൾ, ആക്ഷൻ റിസർച്ച് എന്നുള്ളതായിരുന്നു. അപ്പം ഇമീഡിയറ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആക്ഷൻ റിസർച്ച് തന്നെ ശരിക്കും യൂസ് ചെയ്യുന്നത് എന്നുള്ള. പിന്നെ റിസർച്ചിന്റെ സ്റ്റെപ്സിനെ ബേസ് ചെയ്തും റിസർച്ചിന്റെ എത്തിക്സിനെ ബേസ് ചെയ്തും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ എഡ്യൂക്കേഷന്റെ അഡ്മിനിസ്ട്രേഷൻ സൈഡ്, ഇതിനകത്ത് ഈ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. സോ റോൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അപ്പൊ പ്രിൻസിപ്പൽസിന്റെ റോൾസ് എന്താണ്, വൈസ് പ്രിൻസിപ്പലിന്റെ റോൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ ഈ പാരന്റ് ടീച്ചർ അസോസിയേഷനും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇൻ ജനറൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് തന്നെയാണ് എന്നുള്ളത്. പിന്നെ അതിന്റെ മാനേജ്മെന്റ് ആൻഡ് ഗവർണൻസ്, ഇന്റർനാഷണൽ ഏജൻസീസ് ഓഫ് എഡ്യൂക്കേഷൻ, ദിസ് ഇസ് ദ ലാസ്റ്റ് ടോപ്പിക്, ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ഇതാണ്. പക്ഷേ ദിസ് ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ്. അപ്പോ ആ ഒരു യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, ഓക്കെ, അത് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. സോ ദിസ് ഇസ് ഓൾസോ
something that you must focus on. Alright. So ഇതായിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഈ ഒരു സിലബസ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതോടുകൂടി നമ്മൾ അല്ലെങ്കിൽ ഏത് ഏരിയയിലേക്ക് നമുക്ക് നമ്മുടെ ആ ഒരു ഫോക്കസ് ചെലുത്തണം എന്നൊക്കെ അറിയുന്നതോടുകൂടി നമ്മുടെ പ്രിപ്പറേഷൻ ആ രീതിയിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് കഴിയും. ഒരുപക്ഷെ നിങ്ങൾ പലപ്പോഴും അല്ലെങ്കിൽ നിങ്ങളിൽ പലരും ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകാം. ഇനി അതും അല്ലെങ്കിൽ ചിലർ പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരിക്കും അടുത്ത വർഷത്തെ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയായിരുന്നാലും ശരി തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്തവര് ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ജനറൽ പേപ്പർ സെപ്പറേറ്റ് ഒരു കോഴ്സ് ആയിട്ട് എൻട്രിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ആ ഒരു കോഴ്സിൽ അതിനും നിങ്ങൾക്ക് പങ്കെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ നോട്ട്സും ലഭിക്കും, റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം ഒരുപാട് അനേകം മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പൊ മോക്ക് ടെസ്റ്റ് ഇവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ ടൈം മാനേജ്മെന്റും നമുക്ക് ഒന്ന് കുറെ കൂടെ പ്രോമിനന്റ് ആക്കി കൊണ്ടുവരാനായിട്ട് കഴിയും ഈ മോക്ക് ടെസ്റ്റിൽ നമ്മൾ പങ്കെടുക്കുന്നതോട്. All right, people. So I would like to thank you very much for watching today's session. Specific ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇവിടെ ഇല്ല. എന്തെങ്കിലും ഇനി ലേറ്റർ വന്നാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കമന്റ്സിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. So I would like to thank you guys once again. Wish you all a good evening and have a good weekend ahead. Wish you all the very best for your exam. Thank you.